പിന്നെ BJP-യുടെ കയ്യിൽ നിന്നും സാധാരണഗതിയിൽ മുന്നണി സംവിധാനത്തിൽ ഈ അതിലെ പ്രധാനപ്പെട്ട പാർട്ടി ഘടകകക്ഷികളുടെ മണ്ഡലങ്ങളിലേക്ക് അങ്ങനൊരു വലിയ തോതിൽ ഫണ്ട് കൊടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ അവിടെ വാങ്ങിച്ചതായും എൻ്റെ അറിവിലില്ല. ശരിക്കും 2020 എന്നുള്ള പ്രസ്ഥാനത്തെക്കുറിച്ച് ഈ പുറത്ത് നിൽക്കുന്നവർ എത്രത്തോളം അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇവിടെ സാബു എം ജേക്കബ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മേൽനോട്ടത്തിൽ അത് അങ്ങനെ നിയന്ത്രണമോ അടിച്ചിരുത്തലോ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. വേറെ എവിടെയും ഇല്ലാത്ത ഒരു കിഴക്കമ്പലം മോഡൽ ഒരു വികസനം അത് നമ്മുടെ രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോഴും കിഴക്കമ്പലത്തിലേക്ക് ആളുകൾ ഒഴുകുന്നുണ്ട്. ആഹാരവും വസ്ത്രവും മരുന്നും കിടപ്പാടവും ഇതൊക്കെയാണല്ലോ സാധാരണ ജനങ്ങൾക്ക് വേണ്ടത്. അതെല്ലാം വളരെ കൃത്യതയോടെ അതിനുള്ള പദ്ധതികളുമായിട്ടാണ് 2020-യുടെ യാത്ര. നമസ്കാരം. കഴിഞ്ഞ ദിവസം മുൻ NDA സ്ഥാനാർത്ഥിയും നടനുമൊക്കെയായ അഖിൽ മാരാർ 2020 പാർട്ടി വിട്ടുപോയിരുന്നു. ഒപ്പം ഗുരുതരമായ ചില ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിച്ചിരുന്നു, പ്രത്യേകിച്ച് സാബു ജേക്കബിനെതിരെ. പാർട്ടിക്കുള്ളിൽ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ല എന്നൊക്കെ, അതുപോലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും BJP-യിൽ നിന്ന് ലഭിച്ച ഫണ്ടിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം സ്ക്രീൻഷോട്ടുകൾ സഹിതമൊക്കെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ശരി, അഖിൽ മാരാർ കേരള രാഷ്ട്രീയത്തിൽ എത്രത്തോളം പ്രസക്തനാണ് എന്ന ചോദ്യം മാറ്റി നിർത്തിയാൽ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ സത്യത്തിൽ 2020 പാർട്ടിക്കുള്ളിൽ സാറ് അതുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ എന്താണ് 2020 പാർട്ടിക്കുള്ളിൽ നടക്കുന്നത്? അത് അവിടെ സാബു ജേക്കബിന്റെ ഒരു ഏകാധിപത്യമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ? ശരിക്കും 2020 എന്നുള്ള പ്രസ്ഥാനത്തെക്കുറിച്ച് ഈ പുറത്ത് നിൽക്കുന്നവർ എത്രത്തോളം അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അത് 2020 രൂപപ്പെട്ടത് തന്നെ. അപ്പം നമ്മളിപ്പോൾ നോക്കുമ്പം സാബു എം ജേക്കബ് അദ്ദേഹത്തിൻ്റെ ഒരു അപ്രമാദിത്വമാണ്, അല്ലെ അദ്ദേഹം ജനാധിപത്യം അനുവദിക്കുന്നില്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഈ ജനാധിപത്യം എവിടെ ഏത് പാർട്ടിയിലാണ് ഉള്ളത്? ജനാധിപത്യം ഇപ്പം നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ UDF സർക്കാർ വലിയ ഭൂരിപക്ഷത്തിൽ, കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം കൊടുത്തിട്ട് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഒരു 3 പേർ നടത്തിയ പോരാട്ടം നമുക്കറിയാം. അപ്പം അതിനെന്താണ് അവർ പറഞ്ഞ മറുപടി? ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം ആണ് അതെന്നാണ്. നേരെ ഇപ്പുറത്ത് നമ്മൾ LDF-നെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ CPM-നെ എടുക്കുമ്പം ഒരാളിലേക്കാണ് കഴിഞ്ഞ ദിവസം കൂടി വന്ന CPM-ൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒരാളിലേക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തില്ല, പറ്റിയ പിഴവാണെന്ന്. പക്ഷേ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അവിടെ അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നത്. ഇവിടെ സാബു എം ജേക്കബ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മേൽനോട്ടത്തിൽ അത് അങ്ങനെ നിയന്ത്രണമോ അടിച്ചിരുത്തലോ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു മേൽനോട്ടത്തിൽ പോകുന്നത് കൊണ്ടാണ് ഒട്ടേറെ ജനോപകാരപ്രദമായ കാര്യങ്ങൾ നമ്മുടെ കിഴക്കമ്പലത്തും കുന്നത്തനാട് മണ്ഡലത്തിലാകെയും ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളത്. 2020 ഞാൻ അവരുടെ ഒരു സ്ഥാനാർത്ഥിയായ കുന്നത്തനാട്ടിൽ വരുന്നതിന് മുമ്പേ 2020 ഫോളോ ചെയ്ത ഒരാളാണ്. കാരണം ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം അതുപയോഗിച്ച് സുതാര്യമായി സത്യസന്ധമായി നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ, ഒരു ഭരണ സംവിധാനം അതങ്ങനെ പോവുകയാണ്. വേറെ എവിടെയും ഇല്ലാത്ത ഒരു കിഴക്കമ്പലം മോഡൽ ഒരു വികസനം അത് നമ്മുടെ രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോഴും കിഴക്കമ്പലത്തിലേക്ക് ആളുകൾ ഒഴുകുന്നുണ്ട്. എത്രത്തോളം ഈ പദ്ധതികളും പരിപാടികളും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാൻ വിധം, സാധാരണക്കാരന് പ്രയോജനമാകുന്ന വിധത്തിൽ അവന് ആഹാരവും വസ്ത്രവും മരുന്നും കിടപ്പാടവും ഇതൊക്കെയാണല്ലോ സാധാരണ ജനങ്ങൾക്ക് വേണ്ടത്. അതെല്ലാം വളരെ കൃത്യതയോടെ അതിനുള്ള പദ്ധതികളുമായിട്ടാണ് 2020-യുടെ യാത്ര. അപ്പം ഇപ്പം ഈ അഖിൽ മാരാർ പറഞ്ഞ ആരോപണങ്ങളുടെ ഒരു മറുപടിയായിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ തവണ 2020 19 മത്സരിച്ചു. അതൊരു മുന്നണി സംവിധാനത്തിൽ 19 സീറ്റ് 2020 ആവശ്യപ്പെട്ടു. 19 സീറ്റിൽ മത്സരിച്ചു. അവിടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും 2020-യുടെ ഫണ്ടാണ് വിനിയോഗിക്കപ്പെട്ടെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ. ഞാനടക്കമുള്ള ചില സ്ഥാനാർത്ഥികൾക്ക് ചില നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ചില ബാങ്ക് ബാധ്യതകളൊക്കെ വരുമല്ലോ, RR ഒക്കെ വരുമല്ലോ. അതൊക്കെ തന്നെ പലരുടെയും, എൻ്റെ അടക്കം ചെറിയ തുക വലിയ തുകയൊക്കെ അവർ അടച്ചു തീർത്തു. ബാക്കി പ്രചരണത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉള്ള എല്ലാ തുകയും 2020-യുടെ ഇതിലാണ് അടച്ചു തീർന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല, എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. പിന്നെ BJP-യുടെ കയ്യിൽ നിന്നും സാധാരണഗതിയിൽ മുന്നണി സംവിധാനത്തിൽ
ഈ അതിലെ പ്രധാനപ്പെട്ട പാർട്ടി ഘടകകക്ഷികളുടെ മണ്ഡലങ്ങളിലേക്ക് അങ്ങനൊരു വലിയ തോതിൽ ഫണ്ട് കൊടുക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ അവിടെ വാങ്ങിച്ചതായും എൻ്റെ അറിവിലില്ല. ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്, മുന്നണി സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ഇപ്പോൾ BJP യുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നിടത്ത് ഡയറക്റ്റ് സ്ഥാനാർത്ഥികളുടെ കയ്യിലേക്ക് ആ പാർട്ടിയുടെ ഫണ്ട് വരും. കോൺഗ്രസിൻ്റെ ആണെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ കയ്യിൽ ആ ഫണ്ട് വരും. CPM അങ്ങനെ ഒരു നയമില്ല, അതെല്ലാം പാർട്ടി സംവിധാനമാണ് നിയന്ത്രിക്കുന്നത്. അത്തരത്തിൽ നോക്കുമ്പം NDAയിലെ ഘടകകക്ഷിയാണ് 2020. അപ്പോൾ 2020യുടെ സ്ഥാനാർത്ഥികൾക്കായിട്ട് ഇത്ര രൂപ BJP ഘടകത്തിൽ നിന്ന് വാങ്ങിച്ചതായി, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ വാങ്ങിക്കുന്ന കൂട്ടത്തിലുമല്ലെന്നാണ് ശ്രീ സാബു എം ജേക്കബിനെ ഞാൻ പഠിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതിൽ മറ്റൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ 2020 നിർത്തിയ സ്ഥാനാർത്ഥികളെ പറ്റിയും ഒരു പരാമർശം പോകുന്നുണ്ട്. അതായത് രാഷ്ട്രീയവാദികളായ കുറെ രാഷ്ട്രീയം എന്തെന്നറിയാത്ത സ്ഥാനാർത്ഥികളെ നിർത്തിയെന്ന് ഈ അഖിൽമാരാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം ഇതിലേത് കാറ്റഗറി പെടും എന്നുള്ളതൊരു ചോദ്യം. അതിനൊപ്പം തന്നെ ഈ സ്ഥാനാർത്ഥികളെ നിർത്തി അവരാവശ്യപ്പെട്ട മണ്ഡലങ്ങൾ കൊടുത്തില്ല എന്നൊക്കെ പറയുന്നത് അതാണ് അവർ തോക്കാനുള്ള ഒരു കാരണമായത് എന്നൊന്നുമല്ല. ഇപ്പം അഖിൽമാരാർ കൊട്ടാരക്കര മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു, അതിൻ്റെ തട്ടകം അവിടെയാണല്ലോ. പിന്നെ അദ്ദേഹം ഇങ്ങനെ 2020 ആയിട്ട് ചേർന്നപ്പം സീറ്റുകൾ വീതം വെച്ച് വന്നപ്പം തൃക്കാക്കരയാണ് 2020ക്ക് കിട്ടിയത്. അക്കാര്യത്തിൽ വഞ്ചിച്ചു എന്നൊക്കെയാണ്. അതെ, എന്താ കാര്യം ഇതിനകത്തിപ്പം എനിക്ക് ഞാനിപ്പം നമ്മൾ മറുപടി പറയുമ്പം ശരിക്കും ഞാൻ 2020യുടെ നിലപാടുകളെ കുറിച്ചാണ് ഞാൻ പറയേണ്ടത്. ഞാൻ അതിലേക്ക് വരാം. ഞാനിതിപ്പോൾ പറയുമ്പം ഇപ്പോഴും ഞാൻ 2020യുടെ ഒരു പ്രാഥമിക അംഗത്വം എടുത്തിട്ടില്ല. പക്ഷേ എനിക്ക് എന്തുകൊണ്ട് ഞാൻ 2020യെ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു ഞാനത് ഫോളോ ചെയ്തിരുന്ന അവരുടെ നിലപാടുകൾ എപ്പോഴും സാധാരണക്കാർക്ക് വളരെയേറെ പ്രയോജനകരം തന്നെയാണെന്ന് ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ സത്യം, നേരെ വാ നേരെ പോ. രാഷ്ട്രീയ പാർട്ടികൾക്ക് അതുകൊണ്ട് തന്നെയാണ് സാബു എം ജേക്കബ് പറയുന്നത്, അധികാരവും പണവും സ്ഥാനമാനങ്ങളും നോക്കി ആരും ഇങ്ങോട്ട് വരണ്ട. അദ്ദേഹം പറയുന്നതിൻ്റെ പോയിന്റ് അതാ, അത് സത്യവുമാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയിരുന്നപ്പോൾ എന്നെ വളരെ ആത്മാർത്ഥതയോടെ അദ്ദേഹം വിളിച്ച് ഒരവസരം തന്നതിൽ ആ അവസരത്തിന് വലിയ വിലയാണ് ഞാൻ കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊക്കെ അറിയാം. ഇപ്പം എന്താണ്, അഖിൽമാരാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഇപ്പം നമ്മൾ ഡൽഹിയിലെ ജെൻസികളെ കണ്ടില്ലേ, ഡൽഹിയിലെ സമരക്കാരെ കണ്ടില്ലേ, അതുപോലെ അഖിൽമാരാരായാലും ഇനിയിപ്പം 2020യുടെ ആയാലും മത്സരിച്ച ബാക്കിയുള്ള സ്ഥാനാർത്ഥികളായാലും നമുക്കെല്ലാവർക്കും ഒരു നിലപാട് വേണം. അതിനകത്ത് കൂടുമാറ്റമൊക്കെ സർവ്വസാധാരണമാണ് എങ്കിൽ പോലും ജനങ്ങൾ നോക്കുമ്പോൾ നമുക്കതിനൊരു ഒരു വ്യക്തത വേണം. ഇന്ന് പറയുന്നതല്ല പിന്നെ പറയുന്നത്, നാളെ വൈകുന്നേരം വേറൊന്ന് പറയും, അങ്ങനെ മാറ്റി പറഞ്ഞ് എന്തിനാണ് ആളുകൾ ഇങ്ങനെ പിണക്കുന്നത്? അല്ലെങ്കിൽ പുതിയ ചെറുപ്പക്കാർ, ഇപ്പോഴത്തെ ചെറുപ്പക്കാരെടുത്ത് നമുക്ക് എന്ത് പറഞ്ഞ് നിൽക്കാൻ പറ്റും? അവരെ നോക്കി വേണം നമ്മൾ സംസാരിക്കാൻ. അഖിൽമാരൊക്കെ യൂത്തുമല്ലേ, അപ്പോൾ നമ്മുടെ വാക്കുകളുടെ ഒരു മൂല്യമൊക്കെ വെച്ച് വേണം അഖിലൊക്കെ സംസാരിക്കാൻ. അപ്പോൾ എന്നെ ഇന്നലെ ഇതൊക്കെ അറിഞ്ഞിട്ട് കുറേ മാധ്യമ സുഹൃത്തുക്കളൊക്കെ വിളിച്ചു. അപ്പം ഞാൻ എൻ്റെ അനുഭവങ്ങൾ നേരെ തിരിച്ചാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരെന്നെ അങ്ങനെയായിട്ട് സമീപിച്ചിട്ടില്ല. ഇപ്പോഴും തെരഞ്ഞെടുപ്പിന് ശേഷം ഈ 19 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ അവിടങ്ങളിൽ നിന്ന് വരും വർഷങ്ങളിൽ പ്രവർത്തിച്ച് അങ്ങനെയാണ് ശ്രീ സാബു എം ജേക്കബ് അവർ കൊടുത്തേക്കുന്ന ഒരു ഡയറക്ഷൻ. അതിലൊരു പക്ഷേ ഒരു സംവരണ സംവിധാനം മാറാൻ സാധ്യതയുള്ളത് കുന്നത്തനാട് മാത്രമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ അവിടെ ഫുൾ ടൈം ഇല്ല, ഭാഗികമായി അവരുമായിട്ട് സഹകരിച്ച് നിൽക്കുന്നു. ചില പ്രൊജക്റ്റുകളൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ അതുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നു. നമുക്കറിയാം ഈ 2020 വന്ന തന്നെ ഒരു ജനകീയ മൂവ്മെന്റ് ഒക്കെ പോലെയായിരുന്നു ഇതിന്റെ സ്റ്റാർട്ടിങ്. അതിനുശേഷം അവര് ഈ പറഞ്ഞ കിഴക്കമ്പലം പിടിക്കുന്നു. പക്ഷെ അന്നും ഒരു ആരോപണം ഉള്ളത് ഇവരൊരു രാഷ്ട്രീയ പാർട്ടി അല്ല, ഇവർക്കൊരു രാഷ്ട്രീയ നിലപാടില്ല എന്ന ആരോപണങ്ങൾക്ക് അന്നോട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് നിന്നു, അത്യാവശ്യം മോശമില്ലാത്ത ഒരു പ്രകടനം നടത്തി. ഇപ്രാവശ്യം NDAയുടെ കൂടെയായിരുന്നു, പക്ഷെ പ്രതീക്ഷിച്ചൊരു പ്രകടനം നടത്താൻ പറ്റിയില്ല. ഇനി BJPയെ സംബന്ധിച്ച് കേരളത്തിലെ അവരുടെ അടുത്ത ലക്ഷ്യം, അല്ലെങ്കിൽ രാജ്യത്തെ അവരുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് വരാൻ പോകുന്ന 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ BJPയുടെ അല്ലെങ്കിൽ കേരളത്തിലെ NDAയുടെ പ്ലാനുകളിൽ ഇനി മുന്നോട്ടുള്ള 2020യുടെ ഭാവി എങ്ങനെയായിരിക്കും? കാരണം അവരുടെ ഇപ്രാവശ്യത്തെ പ്രകടനം വിലയിരുത്താണെങ്കിൽ കാര്യമായൊരു പരിഗണന കിട്ടാൻ സാധ്യതയില്ല, പക്ഷേ മറിച്ച് ചിന്തിക്കാൻ സാധ്യതയുണ്ടോ? അത് ശ്രീ സാബു എം ജേക്കബ് പറയേണ്ട ഒരു മറുപടിയാണ്. അപ്പോൾ അദ്ദേഹം പക്ഷേ ഈ NDA ആയിട്ട് സഖ്യം ചേർന്നിട്ട് ഏതാണ്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്.
അപ്പോൾ കുന്നത്തുനാട്ടിലടക്കം അത് അദ്ദേഹത്തിൻ്റെ അണികളെ അല്ലെങ്കിൽ വിശ്വാസികളെ പറഞ്ഞ് എന്തിനൊരു ഇന്ത്യൻ സഖ്യം എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നതിൽ വേണ്ടത്ര സമയം കിട്ടിയില്ലെന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. ഞാൻ അവിടെ നിന്ന് പഠിച്ചിടത്തോളം അദ്ദേഹവുമായിട്ടുള്ള ഇടപെടലിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു എന്തുകൊണ്ട് NDA ഇതിലേക്ക് സഖ്യത്തിൽ പോയത് തന്നെ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുക, കേന്ദ്ര സർക്കാരിൻ്റെ ഒട്ടേറെ പദ്ധതികൾ കുന്നത്ത് നാട്ടിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ മറ്റു മണ്ഡലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊരു കാഴ്ചപ്പാട് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പം വേണമെങ്കിൽ MP ആകാം, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയാകാം, പത്മഭൂഷൺ വാങ്ങിക്കാം, പത്മശ്രീ വാങ്ങിക്കാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ അതിന് വേറെ വഴികൾ പലതും ഉണ്ടല്ലോ. അപ്പോൾ അതിനൊന്നും അല്ല അദ്ദേഹത്തിന് താല്പര്യം. നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക, സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയുള്ള പദ്ധതികളും പരിപാടികളും കൊണ്ടുവരിക എന്നുള്ളത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇനി അത് BJP ആയിട്ട് ചേർന്നതിൻ്റെ പേരിൽ ഒട്ടേറെ വോട്ടർമാർക്ക് അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും തന്മൂലം അങ്ങനെ ഒരു അഭിപ്രായങ്ങൾ നിലവിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊക്കെ 2020 സ്റ്റേറ്റ് കമ്മിറ്റി വിലയിരുത്തി ചർച്ച ചെയ്ത് ഒരു ഉത്തമമായ തീരുമാനം എടുക്കുമായിരിക്കും. പക്ഷേ നിലവിൽ അതിൽ നിന്ന് NDA മാറുന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റത്തെക്കുറിച്ചോ ആലോചന ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അറിവ്. 2020 എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ ഒരു ചുരുക്കി പറഞ്ഞാൽ അതൊരു ഈ സാബു ജേക്കബിൻ്റെയൊക്കെ പിതാവ് ഒരു 10 പേർക്ക് ജോലി കൊടുക്കണം എന്നുള്ള വലിയ ചിന്തയിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. അപ്പം അത് അങ്ങനെ തുടങ്ങി, അത് അന്ന അലൂമിനിയത്തിൽ തുടങ്ങി, പിന്നെ ടെക്സ്റ്റൈലിലേക്ക് പോകുന്നു, അങ്ങനെ വിവിധ വ്യവസായങ്ങളായി. അപ്പോൾ അന്നും നാട്ടിൽ 4 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി എതിർക്കുകയായിരുന്നു. സമരം ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. കോടതി ഇടപെട്ടു. അദ്ദേഹത്തിൻ്റെ പിതാവിനെ തെരുവിലിട്ട് മീൻ വരയുന്നതിലുമാണ് വരഞ്ഞത്, വെട്ടിത്തുണ്ടതുണ്ടാക്കി വിരലുകളൊക്കെ കുത്തിനുറുക്കി കളഞ്ഞ കാലമുണ്ട്. അങ്ങനെ ഒരു കഥയുണ്ട്, ചരിത്രമുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ്, അതൊക്കെ കണ്ടിട്ടാണ്, ആ പാത പിന്തുടർന്നാണ് ഈ സാബു ജേക്കബും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ബോബി ജേക്കബ് ഒക്കെ ഈ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഇത്രയേറെ തൊഴിലാളികൾക്ക് മാന്യമായ ശമ്പളവും ആഹാരവും താമസ സ്ഥലവും ഒക്കെ കൊടുത്ത് എത്രയോ കുടുംബങ്ങളെ പോയിട്ടുന്നൊരു പ്രസ്ഥാനമായി കിറ്റക്സ് അവിടെ നിൽക്കുകയാണ്. പിന്നെ അപ്പോൾ അതിനിടയിലൂടെ അദ്ദേഹം നന്നാകുന്നതോടൊപ്പം നാട് നന്നാകണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെട്ടിട്ടുള്ളത്. അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തനാണ്. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് ഞാൻ രാഷ്ട്രീയക്കാരനെ അല്ലെന്ന്. അപ്പോൾ മറ്റുള്ള രാഷ്ട്രീയക്കാരുടെ സ്ഥിരം നമ്പറുകളോ കലാപരിപാടികളോ ഒന്നും അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹം നാട് നന്നാവണം എന്ന രീതിയിൽ മാത്രം പോകുന്ന ഒരാളാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് അദ്ദേഹം ഇത്രയും കുടുംബങ്ങൾക്ക് ജോലി നൽകുന്നു, നാട്ടിൽ ഇത്രയും നല്ല കാര്യങ്ങൾ നൽകുന്നു എന്നുള്ള ഒരാളെന്ന നിലയിൽ രാഷ്ട്രീയ പരിജ്ഞാനമുള്ള വലിയ ആളുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ചെറിയ ചെറിയ തെറ്റുകൾ നമുക്ക് ക്ഷമിച്ചു കൊടുക്കാം.